ഹലോ, വീഡിയോ കാണുന്നവർ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നേരത്തെ ഉള്ള വീഡിയോയുടെ ബാക്കിയാണ്. ഷോർട്സ് വീഡിയോ ആണ് കേട്ടോ. നേരത്തെ ഉള്ള വീഡിയോ കാണാൻ ആഗ്രഹമുള്ളവർ നേരത്തെ ഉള്ള വീഡിയോ പോയി കാണുക. സപ്പോർട്ട് ചെയ്യുക. എന്നെ ഇഷ്ടമുള്ളവർ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുൽ വ്ളോഗ്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതുൽ വ്ളോഗ്സിൻ്റെ ഒരു വാർത്തയല്ല. അതുൽ വ്ളോഗ്സിനെ കുറിച്ച് ഒരു പെൺകൊച്ച് പറയുന്നത്. ഇതിനു മുമ്പ് നമ്മളൊക്കെ ന്യൂസിലൂടെ അറിഞ്ഞ ഒരു സംഭവമാണ്. ആ സംഭവത്തിൽ ആ പെൺകുട്ടി ഒന്ന് പറയുന്നുണ്ട്, അതുൽ വ്ളോഗ്സ് എന്ന് പറയുന്ന പുള്ളിക്കാരനിട്ട വീഡിയോ അതല്ല സത്യം എന്ന്, അതല്ല അവിടെ നടന്നത്, അതല്ല സത്യം എന്ന്. അങ്ങനെയുള്ള അത് സാധാരണക്കാരൊരു പെണ്ണും, അങ്ങനെയുള്ള പെണ്ണുങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ഈ സമൂഹത്തിൽ ജീവിക്കാൻ എത്ര പെണ്ണുങ്ങളുടെ ജീവിതം ബംഗാറിന് മോശപ്പെട്ടു. ഇവനറിയുന്നില്ല, സത്യം കള്ളമൊന്നും ഇവനറിയണമെന്നൊന്നുമില്ല. പെണ്ണുങ്ങളെങ്ങനെ വലിച്ചു കീറി ഒട്ടിക്കുക. ആ വീഡിയോയുടെ താഴെ പോയി വേറെ കുറച്ച് നല്ല പിള്ള ചമഞ്ഞ് നിൽക്കുന്ന നന്മമാരായിട്ടുള്ള വേറെ കുറേ പെണ്ണുങ്ങളും ഉണ്ട്. പെണ്ണുങ്ങൾക്ക് തന്നെ നാണക്കേടുണ്ടാക്കാനായിട്ട് കുറേ പെണ്ണുങ്ങൾ. ഞാൻ പോയി എതിരെ കമൻ്റ് ഇടും. അതുൽ വ്ളോഗ്സിൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് അത്രത്തോളം, ഞാൻ ഇത്രയും വർഷം ഞാൻ ഈ വാർത്തകളെ കാണുന്നുണ്ടെങ്കിലും ഞാൻ അങ്ങനെ അങ്ങ് പോയി ആരോടും ഉടക്കാൻ നിൽക്കുന്ന കമൻറ്റ് അങ്ങനെയൊന്നും ഇടാൻ നിൽക്കത്തില്ല. പക്ഷേ അതുൽ വ്ളോഗ്സിൻ്റെ വീഡിയോ കണ്ടപ്പോൾ ഒരു മാനുഷിക പരിഗണനയില്ല, ആത്മാർത്ഥതയില്ല, ചെയ്യുന്ന ജോലിക്ക് ഒരു ന്യായം ഇല്ല അവൻ്റെ ഭാഗത്ത്. യാതൊരു ന്യായവും ഞാൻ കാണുന്നില്ല. അവൻ ഒരു സത്യസന്ധനായ ഒരു മനുഷ്യനല്ല. കള്ളവും കാപ്പട്ടിയും ഈ കാമവും ഒക്കെ നിറഞ്ഞൊരു വ്യക്തി. അവൻ്റെ കാമകേടുകളിൽപ്പെട്ട കുറേ പെൺകുട്ടികൾ വന്ന് എനിക്കെതിരെ കമൻറ്റ് പറയുന്നുണ്ട്. ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഞാൻ നല്ല റിപ്ലൈ കൊടുക്കുന്നുണ്ട്. റിപ്ലൈ വേണ്ടോ ഇനിയും വരിക, ഞാൻ ഇനിയും വയർ നിറച്ച് തരുന്നതായിരിക്കും. ഇനി അവൻ എന്തൊക്കെ എന്ന് വെച്ചാൽ അവനെ ഇതായിട്ട് എനിക്ക് റീച്ച് കിട്ടാനോ ഞാൻ ഫേമസ് ആവാനൊന്നുമല്ല. ഞാൻ അതൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ടൊന്നും ഉണ്ടാക്കുന്നുമില്ല. അവനാണ് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നത്. എനിക്കതിന് വേണ്ടിയിട്ടൊന്നുമില്ല. പക്ഷേ എനിക്ക് പ്രതികരിക്കണം. ഞാൻ എൻ്റെ ചാനലിൽ വന്ന് പ്രതികരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഐഡിയിൽ തന്നെ ഞാൻ കമൻ്റ് ഇടുന്നുണ്ട്. എനിക്ക് യാതൊരു പേടിയില്ല. ഞാൻ ചെയ്യുന്ന എനിക്ക് യാതൊരു കുറ്റബോധവുമില്ല. ഞാൻ ചെയ്യുന്ന നല്ല കാര്യമാണ്. ഞാൻ ആരുടെയും വീട്ടിൽ പോയി ഇങ്ങനെ കുടുംബകാര്യങ്ങളും അവരെ പരദൂഷണമൊന്നും ഇതാക്കാനൊന്നും പോകുന്നില്ല. അതിലൊക്കെ പറയുന്ന ഇടത്തൊന്നും ഇവർ രണ്ടുപേരെ ഇടയ്ക്ക് ഇവനുണ്ടായിരുന്നു. ഏതൊരു ആണിൻ്റെയും എൻ്റെ ഇടയ്ക്ക് ഇവനുണ്ടായിരുന്നു. ആ എല്ലാ കാര്യങ്ങളും നടക്കുമ്പോൾ അത് വഴക്കായാലും ആയിക്കോട്ടെ, അവരെ ബെഡ്റൂം കാര്യങ്ങളായിക്കോട്ടെ, അവർ കക്കൂസിൽ പോകുന്ന കാര്യങ്ങളായിക്കോട്ടെ, അപ്പോഴൊക്കെ അതുൽ വ്ളോഗ്സ് ഉണ്ട്, ബാക്കിയുള്ളവരും ഉണ്ട്. അതുപോലെയാണ് അവർ സംസാരിക്കുന്നത്. എന്തോ ഒരു കണ്ടുപിടിച്ചൊരു നിങ്ങൾക്ക് ഈ ലോകത്ത് ഇഷ്ടംപോലെ വേറെ വാർത്തകളുണ്ട്, ഇഷ്ടംപോലെ പിടികിട്ടാ പുള്ളികളുണ്ട്. നിങ്ങൾ അവരെ പുറകെ ഒന്ന് പോവും. ഇഷ്ടംപോലെ വാർത്തകളുണ്ട്. ഇപ്പോഴും ജാമ്യം കിട്ടിയിട്ട് പിന്നെയും തോന്നിയ ദിവസം കാണിക്കുന്ന ആണും പെണ്ണും ഒക്കെ ഉണ്ട്. നിങ്ങൾ അവരെയൊക്കെ പോയി കണ്ടുപിടിക്കും. നിങ്ങൾ അവരെ ഇങ്ങനെ ഫോട്ടോസൊക്കെ ഇട്ടിട്ട് അവരെ ഇങ്ങനെ വൈറലാക്കുക. അവരെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പോലീസുകാർ തപ്പി പിടിക്കട്ടെ, പോലീസുകാർക്ക് നിങ്ങൾക്ക് ഒരു പ്രചോദനമാവട്ടെ. നിങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യും. നിങ്ങൾ എന്തിനാണ് ഈ രേണു സുധി ഇങ്ങനെയുള്ള കുറേ പെണ്ണുങ്ങളുടെ പുറകെ പോകുന്നത്? അതവരെ പേഴ്സണൽ ലൈഫിലുള്ള കാര്യമാണ്. കുറേ കേസ് ഇങ്ങനെ വാരിക്കൂട്ടണം അതുൽ വ്ളോഗ്സും. ഇങ്ങനെ വാരിക്കൂട്ടുകയാണ്, എന്നിട്ട് മതിയാവുന്നില്ല. വീണ്ടും ദൈവം പണി കൊടുക്കും.